പത്മപ്രിയ. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതെ. കീർത്തനം കേട്ടുകൊണ്ടാണ് കാർത്തിയും പത്മയും ഒരുപോലെ ഉണർന്നത്. അടുത്തെവിടെയോ അമ്പലമുണ്ടെന്ന് തോന്നുന്നു. സമയം 5 മണി. പത്മയുടെ മാറിലെ ചൂടേറ്റുകൊണ്ട് കുട്ടിമാളു കിടന്നുറങ്ങുകയാണ്. അവൾ എഴുന്നേക്കാൻ തുടങ്ങിയതും കുട്ടിമാളു പെട്ടെന്ന് കണ്ണു തുറന്നു. വേഗം തന്നെ കുഞ്ഞിനെ പാലൂട്ടിക്കൊണ്ട് അവൾ ആ കിടപ്പ് തുടർന്നു. വിശപ്പ് മാറിയപ്പോൾ വാവ വീണ്ടും ഉറങ്ങിത്തുടങ്ങി. പത്മ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. ഓരോ ഗ്ലാസ് കട്ടൻ കാപ്പി എടുത്തു. പാലൊക്കെ ഇനി കെട്ടിവരണം. ചിന്നസ്വാമിയോട് മാഷിനെ കൊണ്ട് ചോദിപ്പിക്കാം. ഓർത്തുകൊണ്ട് നിന്നപ്പോഴാണ് വെളിയിൽ നിന്നും സാറേ എന്നൊരു വിളി കേട്ടത്. സമയം 5:30. പത്മ മുറിയിലേക്ക് ചെന്നു. മാഷേ, ആരോ വിളിക്കുന്നു. അവൾ പറഞ്ഞപ്പോൾ കാർത്തി വേഗം എഴുന്നേറ്റു. മുണ്ട് ഒന്നുകൂടി ബലത്തിൽ ഉടുത്തുകൊണ്ട് അവൻ മുൻവശത്തെ വാതിൽ തുറന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വലിയൊരു വട്ടപ്പൊട്ടും അതിൻ്റെ മുകളിൽ നീളത്തിൽ ഭസ്മവും നെറുകയിൽ സിന്ദൂരവും ഒക്കെ തൊട്ട് ഇരുനിറമുള്ള ഒരു സ്ത്രീ. പട്ടുചേല ഞുറിഞ്ഞുടുത്തിട്ടുണ്ട്. അവരുടെ മുഖം ആകെ മഞ്ഞ നിറമാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു തമിഴ് ലുക്ക്. ആരാണ്? എൻ്റെ ഭർത്താവാ ചിന്നസ്വാമി. എൻ പേര് കനകം. ഇവിടെ പാല് കൊടുക്കാൻ പറഞ്ഞു വിട്ടതാ. അവർ ഒരു ഓട്ടുമുന്തയിൽ പാലുമായിട്ട് വന്നതാണ്. അത് അരഫിത്തിയിൽ വെച്ചു. ഓ, താങ്ക്സ് അക്ക. കാർത്തി ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. പോട്ടെ സാറേ, പിന്നെ വരാം കേട്ടോ. കോലമിട്ടിട്ടില്ല, ചെന്നിട്ട് വേണം. കനകമാണെങ്കിൽ പത്മയെയും കാർത്തിയെയും ഒരുപോലെ നോക്കി പറഞ്ഞു. അവർ തിരിച്ചു പോയപ്പോൾ മുല്ലയും പട്ടത്തെയും ഇടകലർന്ന പൂമാല മുടിയിൽ കോർത്ത് ചൂടിയിരിക്കുന്നത് പത്മ കണ്ടു. കനകമൊക്കെ പാല് കൊണ്ടുവന്ന് കൊടുത്തതുകൊണ്ട് അവൾ അത് വേഗം തിളപ്പിച്ച് ചായ ഉണ്ടാക്കി. കാർത്തിയാണെങ്കിൽ ചായയും കുടിച്ച് ഉമ്മറത്തേക്ക് വന്നു. മുറ്റം നിറയെ സൂര്യകാന്തി പൂക്കളും ഒപ്പം ജമന്തിയും ചെണ്ടുമല്ലിയും ഒക്കെ ഇഷ്ടം പോലെ പൂത്തു നിൽക്കുന്നു. ചെമ്പരത്തിയും കൊന്നയും വേലി തീർത്ത വീടുകളാണ് അധികവും. വെളിച്ചം വീണു തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിലും എല്ലാ വീട്ടിലും ആളുകളൊക്കെ എഴുന്നേറ്റ് ഈ കടുത്ത തണുപ്പിൽ പോലും അത് വകവയ്ക്കാതെ കുളി വരെ കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവൻ കണ്ടു. പാലും പത്രവും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ഓരോ ആളുകൾ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കാലത്തെ സവാരിക്കായി ഇറങ്ങിയവരെയും അവൻ കണ്ടു. കട്ടപ്പനയിൽ നിന്നും കുമളി റൂട്ടിലുള്ള ഒരു ഗ്രാമമാണിത്. ഒരുപാട് ബഹളമോ ശബ്ദമോ ഒന്നുമില്ല. തമിഴ്നാട്ടിൽ നിന്നും എന്തെങ്കിലും തൊഴിൽ ചെയ്യാനും മറ്റുമായി ഇവിടേക്ക് കുടിയേറി പാർത്തവരാണ് ഏറിയ പങ്കും. കുഞ്ഞുണർന്നപ്പോൾ പത്മ വേഗം മുറിയിലേക്ക് കയറിപ്പോയി. ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി ഗോതമ്പ് മാവെടുത്ത് കുഴയ്ക്കാൻ തുടങ്ങുകയാണ് അവള്. ആ സമയത്ത് പാവ ഉറക്കം വെടിഞ്ഞെഴുന്നേറ്റു. കുട്ടിമാളു, ഇതെവിടാ കണ്ണാ നമ്മള്? നോക്കിയേ. അവൾ കുഞ്ഞിനെയായിട്ട് വെളിയിലേക്ക് വന്നു. ആ, ഗുഡ് മോർണിംഗ് ചക്കരെ. കാർത്തിയുടെ ശബ്ദം കേട്ടതും വാവ ചിരിക്കാൻ തുടങ്ങി. അച്ചയുടെ പൊന്നി ഇങ്ങി വായോ. അവൻ കുഞ്ഞിനെ എടുത്ത് കവളിൽ ഉമ്മ വെച്ചു. ആ സമയത്ത് ചിന്നസ്വാമിയും കനവും കൂടി വീണ്ടും അവിടേക്ക് കയറി വന്നു. ഒരു പ്ലേറ്റിൽ വാഴയിലിട്ട് എന്തോ അതിൻ്റെ അടിയിലായി വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ ആവി പറക്കുന്ന ഇഡലിയായിരുന്നു. മല്ലിയിലയിട്ട് താളിച്ച സാമ്പാറും ലാവിഷായിട്ട് നാളികേരം അരച്ചു മിനുക്കിയ ചമ്മന്തിയും കൂടെ പൊടിയുമുണ്ട്. എല്ലാം കൊണ്ടുവന്ന് അവർ അരഫിത്തിയിൽ വെച്ചു. അമ്മ, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നീങ്ക രണ്ടാളും കൊഞ്ചം സാപ്പിട്. കനകം പത്മയെ നോക്കി പറഞ്ഞു. അയ്യോ അക്ക, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുമായിരുന്നു. കുഴപ്പമില്ലമ്മ, ഇത് വേഗം സാപ്പിട്, സൂട് പോവും. പത്മ കാർത്തിയെ ഒന്ന് നോക്കിയിട്ട് അതെല്ലാം കൊണ്ടുപോയി അടുക്കളയിൽ വെച്ചു. ചിന്നസ്വാമിക്ക് ഇവിടെ അടുത്ത ഒരു എസ്റ്റേറ്റിലാണ് ജോലി. അത് മാത്യു സാറിൻ്റെ മരുമകൻ്റെ എസ്റ്റേറ്റാണെന്ന് കാർത്തിയോട് നേരത്തെ തന്നെ സാറ് സൂചിപ്പിച്ചിരുന്നു. കനകമക്ക വീടുകളിലൊക്കെ ജോലി ചെയ്യും. പിന്നെ കുറച്ച് പൈക്കളെയും കോഴികളെയും ഒക്കെ വളർത്തി ജീവിക്കുന്നു.
അവർക്കൊരു മകളുണ്ട്, വരലക്ഷ്മി. അവൾ +2-ലാണ് പഠിക്കുന്നത്. ഉച്ചയോടുകൂടി ചിന്നസ്വാമി പറഞ്ഞതിൻ പ്രകാരം കാർത്തിയും പത്മയും കൂടി അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് വന്നതാണ്. തണുപ്പ് കൂടുതലുള്ളതിനാൽ കുഞ്ഞിനും അവർക്കുമൊക്കെ ഓരോ സ്വെറ്റർ വാങ്ങണം. പിന്നെ വീട്ടിലെ ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളും 1-2 പാത്രങ്ങളുമൊക്കെ. അത്യാവശ്യം വേണ്ടതെല്ലാം അവർ പാലക്കാട് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് വേണ്ടവയൊക്കെ വാങ്ങുവാനും കൂടിയാണ് ഈ വരവ്. അതിനുശേഷം കാർത്തി നേരെ കോളേജിലേക്ക് പോയി. ടൗണിൽ നിന്നും അല്പം മാറിയാണ് കോളേജ്. നിറയെ ഏലക്കാടിന്റെ നടുവിലായി പഴയ കൊട്ടാരം പോലെ സാദൃശ്യമുള്ള ഒരു കോളേജായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിത ഏതോ ഒരു സൗധമായിരുന്നുവെന്നും പിന്നീട് അത് പുതുക്കി കോളേജാക്കിയതാണെന്നും ചിന്നസ്വാമി കാർത്തിയോട് പറഞ്ഞിരുന്നു. കാപ്പിപ്പഴത്തിന്റെ കളറുള്ള മുട്ടിന് താഴെ നിൽക്കുന്ന സ്കർട്ടും ഷർട്ടുമാണ്. അതിന്റെ പിന്നാലെ ഒരു കോട്ടും. കുറച്ച് പെൺകുട്ടികൾ നടന്നു വരുന്നുണ്ട്. അതായിരുന്നു അവിടുത്തെ യൂണിഫോം. കണ്ടിട്ട് +2 കുട്ടികളെ പോലെയുണ്ട്. കോളേജിന്റെ തൊട്ടടുത്തായി ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ടായിരുന്നു. അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. ഇന്റർവെൽ ടൈമിൽ അവർ ഇറങ്ങി നടക്കുന്നതാണ്. പത്മയെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് കാറിലിരുന്നു. കുട്ടിമാളുമാണെങ്കിൽ അവളുടെ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയിരുന്നു. അല്പം കഴിഞ്ഞതും കാർത്തി ഓഫീസിൽ നിന്നും വേഗത്തിൽ ഇറങ്ങി വന്നു. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടോ മാഷേ? വലിയ കോളേജാണല്ലോ. അവൻ കാറിലേക്ക് കയറിയപ്പോൾ പത്മ അവനെ നോക്കി ചോദിച്ചു. തരക്കേടില്ലാത്ത കോളേജാ. പിന്നെ ഇവിടുത്തെ രീതിയൊക്കെ എങ്ങനെയാണെന്നറിയില്ല. നാളെ മുതൽ കോളേജിൽ വന്ന് തുടങ്ങണമെന്നാ പ്രിൻസിപ്പൽ അറിയിച്ചത്. അയ്യോ, നാളെ മുതൽ വരണോ മാഷേ? അപ്പൊ ഞാനും കുഞ്ഞും ഒറ്റയ്ക്കല്ലേ? ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. സാറിനോട് നമ്പരൊക്കെ വാങ്ങി വൈകുന്നേരം വിളിക്കും. ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു. കാർത്തിയും പത്മയും അവരുടെ കുട്ടിമാളവുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. മറ്റാർക്കും അവിടെ സ്ഥാനമില്ലായിരുന്നു. ഇരുവരുടെയും പിണക്കങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഉരുകി ഒലിച്ചു പോയിരുന്നു. ഇടയ്ക്ക് അവരോട് പിണങ്ങിപ്പോയിരുന്ന പ്രണയം വീണ്ടും പൂത്തു തളിർക്കുകയായിരുന്നു. തണുപ്പും കുളിരും വേനലും വർഷവുമൊക്കെ മാറി മാറി വന്നു. ഓരോ രാവും നിദ്രയെ പുൽകുമ്പോൾ കാർത്തിയും പത്മയും പരസ്പരം മത്സരിച്ചു പ്രണയിച്ചു. എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രം അവർ നാട്ടിലേക്ക് പോകും, എല്ലാവരെയും കാണും, ശേഷം തിരികെ മടങ്ങിപ്പോരുകയും ചെയ്തു. വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. കാർത്തിയും പത്മയും കുട്ടിമാളുമൊത്ത് 4-5 വർഷത്തോളം കട്ടപ്പനയിലായിരുന്നു. ആ നാടും അവിടുത്തെ ആളുകളും അന്തരീക്ഷവുമൊക്കെ അവർക്കൊരുപാട് ഇഷ്ടമായിരുന്നു. വളരെ നിഷ്കളങ്കരായ നല്ലവരായ ഗ്രാമവാസികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് വികസനങ്ങളൊന്നും തന്നെ അവിടെ വന്നു തുടങ്ങിയിട്ടില്ല. മാതാപിതാക്കൾക്കൊക്കെ ആണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തെക്കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്നു. കാലത്തെ മുതൽ അവരെല്ലാവരും എന്തെങ്കിലുമൊക്കെ ജോലി തേടി ഇറങ്ങും. വൈകുന്നേരം വീട്ടിൽ മടങ്ങിയെത്തും. അന്നന്നത്തേടം കൊണ്ട് ജീവിച്ചു പോകുന്നവരായിരുന്നു ഏറിയ പങ്കും. അവർക്ക് വലിയ ജ്ഞാനമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് കുട്ടികളെയും ആ രീതിയിലൊക്കെ ആയിരുന്നു അവർ വളർത്തിയത്. സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വെറുതെ കളിച്ചു നടക്കും. പക്ഷേ കാർത്തി, അവൻ ആ ഗ്രാമത്തിന് നല്ലൊരു മാതൃകയാകുകയായിരുന്നു. അവൻ കോളേജിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അവിടെ അടുത്തുണ്ടായിരുന്ന 10-20 കുട്ടികൾക്ക് പാഠഭാഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായി തുടങ്ങി. ഫ്രീ ആയിട്ടായിരുന്നു അവൻ അവരെയൊക്കെ പഠിപ്പിച്ചത്. ആദ്യമാദ്യം കുട്ടികൾ ആരും കൃത്യസമയത്തൊന്നും എത്തുകയില്ലായിരുന്നു. പക്ഷേ കാർത്തി അവരെയൊക്കെ സ്ഥിരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. കുട്ടികളുടെയൊക്കെ മാതാപിതാക്കളെയും അവൻ ഞായറാഴ്ച ദിവസങ്ങളിൽ അവരുടെയൊക്കെ വീടുകളിൽ പോയി കണ്ടു. വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്വന്തമായി ഒരു തൊഴിൽ നേടുന്നതിനെക്കുറിച്ചും അവൻ അവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. വരും തലമുറ നിങ്ങളെയൊക്കെ പോലെ കഷ്ടപ്പാടും ദുരിതവും അറിഞ്ഞ് ജീവിക്കാതെ ഉയർന്ന ജോലിയൊക്കെ നേടി തരക്കേടില്ലാത്ത നിലയിൽ കഴിയണം. കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ കുടുംബത്തിലും
അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിന് മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരുമാണ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അങ്ങനെ അങ്ങനെ നിരന്തരം കാർത്തി അവരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരു 6 മാസക്കാലം കൊണ്ട് ആ ഗ്രാമത്തിലെ കുട്ടികളെല്ലാവരും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തി. എല്ലാ കുട്ടികൾക്കും ഒരു കൃത്യനിഷ്ഠ വരുത്തിക്കുവാനാണ് കാർത്തി ആദ്യം ശ്രമിച്ചത്. അവൻ എങ്ങനെയാണ് പഠിച്ചു വന്നത് അതുപോലെ തന്നെ അവൻ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തു. സ്വന്തം കുഞ്ഞുങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അവരുടെ അച്ഛനമ്മമാരിലും പ്രതിഫലിച്ചു. അവരും തങ്ങളുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഉത്തരവാദിത്തം കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്നന്ന് മാത്രം കഴിയാതെ നാളേക്ക് എന്തെങ്കിലും സ്വരുക്കൂട്ടി സമ്പാദിക്കുവാനായി അവൻ അവരെ പഠിപ്പിച്ചു. പതിയെ പതിയെ ആ ഗ്രാമവും ഗ്രാമാന്തരീക്ഷവും ഗ്രാമവാസികളുമൊക്കെ അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുവാനായി തുടങ്ങിയിരുന്നു. കോളേജിലും അവൻ നല്ലൊരു അധ്യാപകനായിരുന്നു. ഒരുപാട് കടുംപിടുത്തങ്ങൾ ഒന്നും പിടിക്കാതെ കൊണ്ട് എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്നേഹിച്ച് ഒരു സ്വന്തം സഹോദരന്റെ സ്ഥാനത്താണ് അവൻ ആ കോളേജിൽ നിലകൊണ്ടത്. അങ്ങനെ ഇരിക്കെയാണ് മീനൂട്ടിക്കൊരു വിവാഹാലോചന വന്നത്. പയ്യൻ വിദേശത്താണ്. വിവാഹം കഴിഞ്ഞാൽ മീനൂട്ടിയെയും അവൻ കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ തരക്കേടില്ലാത്ത കുടുംബം. കാർത്തിയും പത്മയും കുഞ്ഞുവാവയുമായിട്ട് പാലക്കാട്ടേക്ക് പോയി ചെറുക്കനെ കാണുവാനായി. ചെന്ന് കണ്ടതും അവരെയൊക്കെ കാർത്തിക്കും ബോധിച്ചു. 1-2 ആളുകൾ വഴി പയ്യന്റെ കുടുംബത്തെക്കുറിച്ച് തിരക്കിയപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് എല്ലാം വേഗത്തിലായിരുന്നു. വിവാഹ നിശ്ചയവും കല്യാണവുമൊക്കെ 1.5 മാസം കൊണ്ട് തീരുമാനിച്ചു. കാർത്തി പറഞ്ഞതിന് പ്രകാരം പത്മ നേരത്തെ തന്നെ നാട്ടിലേക്ക് പോന്നിരുന്നു. കാരണം അവനും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കണമല്ലോ. പത്മയും കൂടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സഹായമാകട്ടെ എന്ന് കരുതി. കാർത്തിയെ പിരിഞ്ഞു പോരുവാൻ അവൾക്ക് നല്ല വിഷമമായിരുന്നു. വിവാഹത്തിന് 4 ദിവസം മുന്നേ ലീവ് എടുത്തിട്ട് കാർത്തിയും പാലക്കാടേക്ക് തിരിച്ചു. ആർഭാടമായ രീതിയിൽ തന്നെയായിരുന്നു മീനൂട്ടിയുടെ വിവാഹം. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ അവൾ തിരികെ ഭർത്താവുമൊത്ത് അവന്റെ ജോലിസ്ഥലത്തേക്ക് പോകുകയും ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷം കാർത്തിയും പത്മയും കൂടി കട്ടപ്പനയിലേക്കും മടങ്ങി. മീനൂട്ടിയും കൂടി പോയതോടെ അമ്മയും അച്ഛനും വീട്ടിൽ ഒറ്റയ്ക്കായി. ഇടയ്ക്കൊക്കെ അച്ഛന് ചെറിയ നെഞ്ചുവേദന വരുമായിരുന്നു. അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം അമ്പലത്തിൽ പോയി വന്ന ശേഷം അത്താഴം കഴിക്കുവാനായി തുടങ്ങുകയായിരുന്നു കാർത്തിയുടെ അച്ഛൻ. നെഞ്ചിനകത്ത് ഒരു വല്ലാഴിക പോലെ തോന്നിയിട്ട് അയാൾ ചാരുകസേരയിൽ പോയിരുന്നു. കുറച്ചു സമയമായിട്ടും അനക്കമില്ലാതെ വന്നപ്പോൾ സീത ഭർത്താവിനെ തിരിഞ്ഞ് ഉമ്മറത്തേക്ക് വന്നു. നെഞ്ചുവേദന എടുത്ത് പൊളയുന്നയാളെയാണ് അവരവിടെ കണ്ടത്. പിന്നീട് ആളുകൾ എല്ലാവരും ചേർന്ന് രാമനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. മേജർ അറ്റാക്ക് ആയിരുന്നുവെന്നും എപ്പോഴും ഇനി ആളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്നും ഡോക്ടർ അറിയിച്ചു. കാർത്തിക്കാണെങ്കിൽ കട്ടപ്പനയിൽ നിന്നും മടങ്ങുകയല്ലാതെ വേറെ നിവൃത്തിയല്ലായിരുന്നു. അവൻ അവിടെ നിന്നും തിരിച്ചു പോന്നപ്പോൾ ആ ഗ്രാമം മുഴുവൻ കരഞ്ഞു. കാരണം അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു അവർക്ക് ഓരോരുത്തർക്കും കാർത്തികേയൻ മാഷും കുടുംബവും. തുടരും.